ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ്. പാക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ ഇട്ടിട്ട് പാക്ക് ചെയ്യുന്നതല്ല കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കാണിക്കുന്നത്. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കോംബോ പാക്കാണ്. ഇതിനകത്ത് ഹെയർ ബാൻഡ്സ് ഉണ്ടാവും, ടിക് ക്ലിപ്സ് ഉണ്ടാവും, അലിഗേറ്റർ ക്ലിപ്സ് ഉണ്ടാവും, പിന്നെ ഹെയർ ബാൻഡ്സ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഐറ്റംസ് ചേർത്താണ് നമ്മൾ ഈ ഒരു കോംബോ പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം, ഹെയർ ബാൻഡ്സ്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ആണ്. ബേബീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണിത്. ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ചെറിയ ഗ്ലിറ്ററിങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഹെയർ ബാൻഡാണിത്. ഇതിൻ്റെ തന്നെ വൈറ്റ് ഷെയ്ഡുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം, അലിഗേറ്റർ ക്ലിപ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. ഇതെങ്ങനെ വരുന്ന അലിഗേറ്റർ ക്ലിപ്സ് ആണ്. ഇത് സെയിം ഡിസൈനിൽ വരുന്ന ഒരു പെയർ, അതാണ് നമ്മൾ വെക്കുന്നത് ഒരു സെറ്റിൻ്റെ കൂടെ. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സാണ്. കണ്ടില്ലേ, പിന്നെ അതിൻ്റെ വേറൊരു സീബ്ര ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് സ്ട്രോബെറീസൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഡിസൈനിലുള്ളതാണ് ഈ അലിഗേറ്റർ ക്ലിപ്പ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. കണ്ടില്ലേ, നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ഐറ്റം. ഇതിൻ്റെ ഒരു പെയർ വീതമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഒരു പെയർ വീതമാണ് വയ്ക്കുന്നതിൽ. ഇതാണ് അഞ്ചാമത്തെ ഐറ്റം. എന്താ, നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ടിക് ക്ലിപ്പാണ്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം. ഇത് നമ്മുടെ ആറാമത്തെ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പെയറായിരിക്കും വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഐറ്റം. ഇതിൻ്റെ ഒരു പെയർ തന്നെയായിരിക്കും വയ്ക്കുന്നത്. ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ, എല്ലാ കളറും കൂടെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കളറായിരിക്കും വയ്ക്കുന്നത്. ഇത് അതിൽ തന്നെ ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഗ്ലേസിങ് ടൈപ്പാണ്. മറ്റേത് കുറച്ച് മാറ്റായിട്ടുള്ള ഒരു ഫിനിഷാണ്. കണ്ടില്ലേ, ഇത് മാറ്റ് ഫിനിഷാണ്. ഇതിൻ്റെ ഓരോ പെയർ വീതം എനിക്ക് വെക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ടിക് ക്ലിപ്പാണ്.
ഇത് കുറച്ച് ചെറിയൊരു സൈസാണ്, പക്ഷേ ഒരുപാട് ചെറുതല്ല, എന്നാലും ചെറിയൊരു സൈസാണ്. ഇത് റബ്ബർ ബാൻഡ് ടൈപ്പാണ്. ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈൻ വരുന്ന ഒരു റബ്ബർ ബാൻഡ് ടൈപ്പാണ്. ഇതും ഒരു പെയറായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. നമ്മുടെ കോംബോ കിറ്റിൽ ഒരു പെയറായിരിക്കും. നമ്മൾ മാക്സിമം കുറേ ഡിസൈൻസ് ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നത് ഇതുപോലത്തെ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. ഇത് ഒരെണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ഒരെണ്ണമായിരിക്കും സെറ്റിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഇതുപോലത്തെ റബ്ബർ ബാൻഡ്സ് ആണ്. ഇത് സാറ്റിൻ്റെ റബ്ബർ ബാൻഡ്സ് ആണ്. ഇത് ഡിസൈൻ വരുന്ന ടൈപ്പാണ്. ഇതതിൽ പ്ലെയിൻ ഷെയ്ഡാണ്. ഇതിൽ ബ്രൗൺ ഷെയ്ഡ്, പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക്, ഈ ഡിസൈൻസാണ് വരുന്നത്. ഇതിലൊരെണ്ണവും കൂടെ അതിൽ കാണും. അങ്ങനെ നമ്മൾ ഈ പാക്കിൽ 12 സെറ്റ് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഞാൻ എല്ലാ പേരും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെട്ടി എടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ വെട്ടിയെടുക്കാൻ പറ്റുന്നത് വെട്ടിയെടുത്തും, അല്ലാതെ പാക്കറ്റിൽ കവർ പെയറായിട്ട് കവറിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് സ്റ്റേപ്ലെയറിൻ്റെ പിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കതും അറേഞ്ച് ചെയ്തും അതും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം.
നമ്മളതെല്ലാം കൂടി ഒരു കവറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് തീർന്നില്ല, ഇനി ഇതിൽ ബബിൾ റാപ്പ് ചെയ്ത് നമ്മൾ കാർട്ടൺ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്.